ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 20, രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. 20:1. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ. സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ. രാജാവിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന നേതാക്കന്മാർ യുദ്ധങ്ങൾക്ക് പുറപ്പെടുമ്പോൾ അവർ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അവർക്ക് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായം ഇപ്രകാരമാണ്: വിജയം കർത്താവിൻ്റെ ദാനമാണ്. വിജയം നൽകുന്നത് കർത്താവാണ്. നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ: നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത്. എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ദുർബല ഹൃദയരാകരുത്. അവരുടെ മുമ്പിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനം എപ്പോഴും യുദ്ധങ്ങൾക്ക് പുറപ്പെടുമ്പോൾ തങ്ങളുടെ കഴിവിലല്ല അവർ ആശ്രയിച്ചിരുന്നത്. എപ്പോഴും വിജയം തരുന്ന ദൈവത്തെ അവർ വിളിച്ച് അപേക്ഷിച്ചിരുന്നു. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾക്കറിയാം, ജോഷയെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. നീ എപ്പോഴും ധൈര്യമുള്ളവനായിരിക്കുക, കാരണം ഞാൻ തന്നെയാണ് നിന്റെ കൂടെ വന്ന് യുദ്ധങ്ങൾ വിജയിപ്പിക്കുന്ന ദൈവമെന്നുള്ള ഉറപ്പ് ദൈവം ജോഷയ്ക്ക് നൽകുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടെ സങ്കീർത്തകനായിട്ടുള്ള ദാവീദും രാജാവിൻ്റെ വിജയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണല്ലോ: എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. 20-ന്റെ 4-ാമത്തെ വചനപ്രകാരമാണ്: അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ. അപ്പോൾ ദൈവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരുന്നതും നമ്മുടെ ഉദ്യമങ്ങളെ സഫലമാക്കുന്നതും. ജോഷയോട് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നീ അനുസരിക്കുക. ദൈവമാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്ന് നീ ഓർത്തുകൊള്ളുക. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഇപ്രകാരമാണ്: എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് തീർച്ചയായും ദൈവം നിറവേറ്റും. നമ്മെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങൾ പ്രകാരമാണല്ലോ: നമ്മെക്കുറിച്ചുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നാശത്തിനുള്ളതല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ക്ഷേമത്തിനുള്ളതാണ്. നീ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. 20-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനങ്ങൾ: കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരമരുളും. വലത്ത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നവരോടുകൂടെ എന്നും യുദ്ധം ചെയ്യുവാനായിട്ട് ദൈവമുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ദൈവം വിജയം എല്ലായ്പ്പോഴും നൽകുകയും ചെയ്യും. 9-ാമത്തെ വചനം: കർത്താവേ, രാജാവിന് വിജയം നൽകണമേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കേണ്ടത്. ഇസ്രായേലിൻ്റെ രാജാക്കന്മാർ ദൈവത്തോട് ചേർന്നവരെല്ലാം തന്നെ വിജയങ്ങൾ വരിച്ചിട്ടുണ്ട്. അത് ആയുധശക്തിയാലോ കുതിരയുടെ ശക്തിയാലോ രഥങ്ങളിലോ ആശ്രയിച്ചിട്ടല്ല, അവർ ദൈവത്തിൽ ആശ്രയിച്ചിട്ടാണ് വിജയങ്ങൾ വരിച്ചത്. നമുക്കും ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് യുദ്ധം ചെയ്യാം. ദൈവമാണ് യുദ്ധങ്ങളെ വിജയിപ്പിക്കുന്ന ദൈവം എന്ന് പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവത്തോട് ചേർന്ന് നമുക്ക് നിൽക്കാം. നമ്മുടെ ജീവിതമാകുന്ന യുദ്ധത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വിജയം വരിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും